ഇലക്ട്രിസിറ്റി ബോർഡ് ഉയർത്തണം എന്നുള്ളൊരു ചിലവും വരവും കണക്കാക്കിയിട്ട് റെഗുലേറ്ററി കമ്മീഷനാണ് ഒരു തീരുമാനം എടുക്കുക. ഈ സ്ഥാപനം നിലനിൽക്കണ്ടേ, ആ രീതിയിലായിരിക്കും അത് ചെയ്യുക. ഇല്ല വേനൽക്കാലത്ത് കുറേ നമുക്ക് ഡിമാൻഡ് അനുസരിച്ചിട്ടല്ലേ വരുള്ളൂ. നമ്മൾ ഡിമാൻഡ് കൂടുകയും നമുക്ക് പർച്ചേസിൻ്റെ വില കൂടുതലും വരുമ്പോൾ നമുക്കതനുസരിച്ചിട്ടല്ലേ ചിലവ് വരില്ല. വരവും ചിലവും പൊരുത്തപ്പെട്ടു പോട്ടെ. ആ പൊരുത്തപ്പെട്ടു പോകാനുള്ള അപ്പോൾ അത് എന്താ വെച്ചാൽ പകൽ നമുക്ക് കുറച്ച് കമ്മിയായി കിട്ടുന്നുണ്ട്, പക്ഷെ വൈകുന്നേരം ഭയങ്കര പ്രയാസം വരുന്നുണ്ട്. ആണെങ്കിൽ നമ്മൾ പണ്ടത്തെ പോലെയല്ല, എല്ലാം വൈകുന്നേരമാണ് ഇലക്ട്രിസിറ്റി കൂടുതൽ ഉപയോഗിക്കുന്നത്. വാഷിംഗ് മെഷീൻ, ഗ്രൈൻഡർ ഇതൊക്കെ ഉപയോഗിക്കുന്നത്. അതിലൊരു ചെറിയൊരു നിയന്ത്രണം വന്നാൽ ഇത് പകൽ ഉപയോഗിച്ചാൽ നമുക്ക് വിഷമം വരില്ല. അത് എല്ലാവരും സഹകരിക്കണം എന്നാണ് എനിക്ക് ഉപഭോക്താക്കളോട് അഭ്യർത്ഥിക്കാൻ. അല്ല, ആഭ്യന്തര ഉൽപ്പാദനം 70% പുറത്തുനിന്ന് വാങ്ങുകയാണ്, 30% നമ്മുടെ ഉള്ളൂ. നമുക്കാണെങ്കിൽ ധാരാളം സാധ്യതയുണ്ട്. വെച്ചാൽ 3000 TMC വെള്ളമുണ്ട്. നമ്മൾ ഇലക്ട്രിസിറ്റിയും ഇറിഗേഷനും വാട്ടർ അതോറിറ്റിയും എല്ലാം കൂടി 300 TMC മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ, ബാക്കിയൊന്നും ഉപയോഗിക്കുന്നില്ല. ബാക്കി ഒരു പ്രോജക്റ്റ് വരാൻ പരിസ്ഥിതിയും പല കാരണങ്ങൾ കൊണ്ട് പറഞ്ഞാൽ മുടക്കും. നിങ്ങൾ തന്നെ അതൊരു വാർത്തയാക്കി വലിയ ബഹളമുണ്ടാക്കും. കപ്പൂയൻകുറ്റി എത്ര നല്ല സ്കീമാണ്, അത് നമ്മൾ മുടക്കി. സൈലൻറ്റ് വാലി നേരത്തെ തന്നെ മുടക്കിയല്ലോ. ഇപ്പോൾ പാത്രക്കടവ് തുടങ്ങണമെന്ന് ആലോചിക്കുന്നുണ്ട്. അപ്പോഴേക്കും നിങ്ങൾ തന്നെ അതിന് നാളെ ഇന്നത് പറഞ്ഞാൽ തന്നെ നാളെ ഇത് വാർത്തയായി വന്ന് വലിയ പ്രശ്നമാവും. കുരിയാർകുറ്റി എല്ലാ ഇതും കഴിഞ്ഞ് DPR ഉണ്ടാക്കി അവിടെ ജനറേറ്റർ കൊണ്ട് വയ്ക്കേണ്ട സ്ഥിതിയിലെത്തി പണി തുടങ്ങി ശേഷമാണ് മൃഗങ്ങൾക്ക് കിഴക്കും പടിഞ്ഞാറും പോകാൻ തടസ്സം വരുന്നു പറഞ്ഞ ആ പദ്ധതി നിർത്തിയത്. ഇങ്ങനെ എത്ര ഹൈഡ്രൽ പ്രോജക്റ്റുകളാണ് നിർത്തിയത്. ഇപ്പോൾ നമ്മളെ ഉള്ള ഹൈഡ്രൽ പ്രോജക്റ്റുകൾ തന്നെ തുടങ്ങിയിട്ട് 10-15 കൊല്ലമായി ഓരോ തടസ്സം പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഒരു 160 മെഗാവാട്ടിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു. ഇനിയൊരു 100-200 മെഗാവാട്ടിൻ്റെ ഇപ്പോൾ പള്ളിവാസൽ ഉൾപ്പെടെയുള്ളത് ചെയ്യും. അപ്പോൾ ആ ചെയ്യുമ്പോൾ അത് ചിലവ് നമുക്ക് കമ്മിയായി വരുമ്പോൾ അത് ഉപഭോക്താക്കൾക്ക് കിട്ടുന്ന രീതിയിലായിരിക്കും തീരുമാനം. അല്ല, വൈദ്യുതി പ്രതിസന്ധി ഉണ്ടല്ലോ. നമ്മളിത് പുറത്തുനിന്ന് മേടിച്ചിട്ടല്ലേ ഇത് മേക്കപ്പ് ചെയ്യണം. അതിലെന്തെങ്കിലും കുറവ് വന്നാലല്ലേ വിഷമം ഉണ്ടാവുള്ളൂ. അല്ല, ചിലവ് കൂടുതലാണെന്ന് ബോർഡ് പറയുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ വെച്ചാൽ അത് മറ്റേ റെഗുലേറ്ററി കമ്മീഷൻ എല്ലാം ഉപഭോക്താക്കളുടെ കാര്യം ഇതെല്ലാം നോക്കി പരിശോധിച്ചിട്ടുള്ള ഒരു തീരുമാനം. ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് വരാതെയൊക്കെ ആശ്വാസം പറഞ്ഞാലില്ല, ജനങ്ങൾക്ക് വലിയ പ്രയാസം വരാതെ തന്നെ ഒരു തീരുമാനം ഉണ്ടാകും.